എൻ്റെ അടുത്ത് വന്നൊരു കേസാണ്. അപ്പം 26 വയസ്സുള്ള ഒരാളാണ്. അപ്പോൾ ഈ വ്യക്തി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി. അപ്പം അവിടുന്ന് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് പോയി. അപ്പോൾ ഇദ്ദേഹം ഫേസ് ചെയ്തൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ച കാര്യം കേട്ടത്. ലിറ്ററലി പുള്ളിക്ക് ഹോപ്പ് നഷ്ടപ്പെട്ടു, വേർത്തില്ല. കാരണം ഈ വ്യക്തി എൻ്റെ ലൈഫിൽ നിന്ന് പോയി, ഇനിയിപ്പോൾ ദർ ഇസ് നോ പോയിന്റ് എന്നുള്ള ആ ഒരു നിലയിലേക്ക് എത്തി. സോ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തിക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, നന്നായിട്ട് പഠിക്കുന്ന വ്യക്തിയാണ്, മെഡിക്കൽ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലായി ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. പക്ഷേ സ്റ്റിൽ പുള്ളിക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യം, ചില രാത്രികളിൽ പുള്ളി ഗ്രൗണ്ടിൽ വന്ന് കിടന്നു. ഹി ഹാഡ് ടു സ്റ്റേ ദർ ബിക്കോസ് പുള്ളിക്ക് അറിയാം തോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം പുള്ളി നിൽക്കുന്നത് ഒരു 3rd ഫ്ലോറിലൊക്കെ ഹോസ്റ്റലിൽ നിൽക്കുന്നത്. സോ അവിടെ നിന്ന് കഴിഞ്ഞാൽ വാട്ട് ഹി വിൽ ഡു ഹി ഡോണ്ട് നോ. സോ അതുകൊണ്ട് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് കിടന്നു. അപ്പം പുള്ളി പറഞ്ഞ കാര്യം, ഇൻ കേസ് തോട്ട് വരികയാണെങ്കിൽ ഞാൻ ഇനി ഓടിയാൽ തന്നെ ഗ്രൗണ്ടിൻ്റെ അറ്റത്തെത്തുമ്പോഴേക്ക് ഇറ്റ് വിൽ ഗോ. പുള്ളിക്ക് അത്യാവശ്യം ആകെ കാര്യത്തിൽ അറിവുള്ളത് കൊണ്ടാണ് പുള്ളി അങ്ങനെ ചെയ്തത്. സോ സ്കെയറി റൈറ്റ്? ഹോപ്പ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഹോപ്പ് ഇല്ലാത്തൊരവസ്ഥ, വേർത്ത് ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ഒരു സ്കെയറി മൊമെൻ്റ് ആണ്.